കൊച്ചി തീരത്ത് MSC എൽസ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ തെക്കൻ തീരങ്ങളിലെത്തിയപ്പോൾ ദുരിതത്തിലായത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ്. കണ്ടെയ്നറുകളിൽ ഏതൊക്കെ രാസവസ്തുക്കൾ ഉണ്ടെന്ന് പോലും അറിയിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. അപ്പോഴും ഒരു സുരക്ഷയും കൂടാതെ കണ്ടെയ്നറുകളെ പിടിച്ചുകെട്ടാൻ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിക്കുകയാണ് ഭരണകൂടം. രാസവസ്തുക്കളെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഏറിയപ്പോൾ മത്സ്യവിപണിയെ തന്നെയാണത് കാര്യമായി ബാധിച്ചതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടുവരാം. അരുൺ സോളമൻ കേട്ടു, അവർ പറഞ്ഞു. അറബിക്കടലിൽ കേരള തീരത്തായിട്ട് MSC എൽസ കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള തീരങ്ങളിൽ, പ്രത്യേകിച്ചും തെക്കൻ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അടക്കമുള്ള തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികളാണ്. പ്രത്യേകിച്ചും കാലവർഷം അടുത്തതുകൊണ്ട് തന്നെ ആ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു വറുതിയുടെ കാലത്തിലേക്ക് പോവുകയാണ്. മത്സ്യത്തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുകയാണ്. കണ്ടെയ്നറുകളിൽ നിന്നും പോയിരിക്കുന്ന രാസവസ്തുക്കൾ അത് കഴിക്കാൻ മീനുകൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ മീൻ ഭക്ഷിക്കുന്നവർക്ക് ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്നാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഒരിക്കലും അല്ല. ഈ മീൻ ഭക്ഷിക്കുന്നത് അനാവശ്യമായ വേസ്റ്റ് സാധനങ്ങളൊന്നും മീൻ ഭക്ഷിക്കാറില്ല. കാരണം മീനിനെക്കുറിച്ചും കടലിനെക്കുറിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ അറിയാം. ഞങ്ങൾ കഴിച്ച് കാണിച്ചു കൊടുക്കാം. ആര് മരിക്കുമെന്നും ആർക്ക് ക്യാൻസർ വരുമെന്നും നമുക്ക് നോക്കാം. ഇത് എന്താണ്, ഏതാണ്, ഇതിൻ്റെ അടുത്ത് പോകരുത്, 200 മീറ്റർ മാറി നിൽക്കണം. ഈ കണ്ടെയ്നർ അടിച്ചു കയറിയപ്പോൾ ഏത് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അത് പിടിച്ചു വയ്ക്കാൻ വേണ്ടി? മത്സ്യത്തൊഴിലാളികൾ അത് പിടിച്ചു വെച്ചേ. അപ്പോൾ 200 മീറ്റർ മാറി നിൽക്കാൻ പറഞ്ഞവരൊക്കെ എവിടെയായിരുന്നു? ഇപ്പോൾ നിലവിൽ ഈ കപ്പൽ ഉടമയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുമ്പോൾ അത് ഈടാക്കി നൽകേണ്ടുന്നത് അതിൻ്റെ ആദ്യത്തെ ഇരകളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കല്ലേ നൽകേണ്ടത് സംസ്ഥാന സർക്കാർ? അതെ, അതാണ് ആദ്യമായിട്ട് നൽകേണ്ടത്. ഇത് ഈ പോർട്ടിൽ നിന്നിറങ്ങിയ കപ്പലാണല്ലോ. ഈ പോർട്ടിൽ നിന്നിറങ്ങിയ കപ്പലിൽ എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ സാധനങ്ങളാണെന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിനുമില്ല, അല്ലെങ്കിൽ പോർട്ടും പരസ്യപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ചാനലുകളിൽ പോലും ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല. ഇത്ര കണ്ടെയ്നറുകൾ മാത്രം ഉള്ളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മൺസൂൺ കാലമാണ് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് സീസൺ സമയം. അവൻ്റെ കടബാധ്യതകൾ തീരുന്നതിനും അവന് സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഈ മാസങ്ങളിൽ പണി ചെയ്യാതിരിക്കുക എന്ന ഒരു സാഹചര്യമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായ ആത്മഹത്യയിലേക്കും കടബാധ്യതയിലേക്കും തള്ളിവിടുന്നൊരു സാഹചര്യമാണുള്ളത്. ഒന്ന്, ഇവർ ഈ കണ്ടെയ്നറിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ഏത് കെമിക്കലാണ്, ഇവിടെ ഈ രാസവസ്തുക്കളാണ് ഇവർ കയറ്റുമതി ചെയ്തത് എന്ന് നമുക്കറിയണം. ഈ കപ്പലിലുണ്ടായിരുന്നത് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ഇന്ന് ഞങ്ങൾ ചർച്ചയിൽ ഇത് ഉന്നയിക്കുകയുണ്ടായി. ഇത് പറയുന്നത് ഇത്ര മീറ്റർ അകലം പാലിക്കണമെന്ന് പറയുമ്പോഴും സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാണ് ഈ പോലീസും മറ്റ് അധികാരികളും ചേർന്ന് ഇത് കരയ്ക്കെത്തിക്കാൻ ഈ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. വരുന്ന ദിവസം പരിഹരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അരുൺ സോളമനാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ കേട്ടത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് വേണം. അരുൺ നമുക്കൊപ്പം ഉണ്ട്, ശരത്തും നമുക്കൊപ്പമുണ്ട്, സജുവും നമുക്കൊപ്പമുണ്ട്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും അരുണിലേക്ക് തന്നെ പോകാം. അരുൺ, ഇപ്പോൾ നമ്മൾ കേട്ടത് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളാണ്, ചെറുതല്ലാത്ത ആശങ്കകളാണ്, പലതരത്തിലുള്ള ആശങ്കകളാണ് അവർക്കുള്ളത്. അവർക്ക് എന്താണ് ഇപ്പോൾ അതിനൊരു പരിഹാരം വേണ്ടത്? ഒന്ന്, അധികൃതരിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം വേണം. 2, ഈ സമൂഹത്തിൽ വലിയ രീതിയിൽ ഒരു വ്യാജ വാർത്ത പരക്കുന്നു, അത് പിടിച്ചു നിർത്തുകയും വേണം. ഇത് രണ്ടുമാണോ അവരുടെ പ്രധാന ആവശ്യം? അരുൺ, ഇത് രണ്ടിനും അപ്പുറം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോൾ തീരമേഖല വളരെ വലിയൊരു തോതിൽ മാലിന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കണ്ടെയ്നറുകൾ തെക്കൻ തീരത്താണ് ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം തീരങ്ങളിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ 54 കണ്ടെയ്നറുകളാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരത്ത് 9 കണ്ടെയ്നറുകൾ 2 ദിവസങ്ങളിലായി അടിഞ്ഞുകൂടി. 43 കണ്ടെയ്നറുകൾ കൊല്ലം തീരത്താണ് എത്തിയിരിക്കുന്നത്. ഇന്ന് റവന്യൂ മിനിസ്റ്റർ കൂടിയായിട്ടുള്ള കെ രാജൻ ഇപ്പോൾ തുമ്പ തീരം സന്ദർശിച്ച് ഇതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ എടുത്തിരിക്കുകയാണ്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസകരമുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം മാലിന്യം, ഈ ദൃശ്യങ്ങൾ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും, മാലിന്യം എന്ന് പറയുന്നത് വലിയ തോതിൽ എത്തുമ്പോൾ അത് ഏറ്റവും വലിയ ആശങ്ക എന്ത് രാസ വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു അപകടകരമായിട്ടുള്ള രാസവസ്തു എന്നുള്ളത് മാത്രമാണ് ഇതുവരെയും ഇതിൻ്റെ അധികാരികൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. മറ്റ് എന്തൊക്കെ വസ്തുക്കൾ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. ഇപ്പോൾ തെക്കൻ തീരങ്ങളിൽ ആലപ്പുഴ തൊട്ട് തിരുവനന്തപുരം
തിരുവനന്തപുരം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തൊക്കെ എത്തിയത് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ തരികളാണ്. ആ തരികൾ നീക്കം ചെയ്യാൻ ധാരാളം സമയം വേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ മിനിസ്റ്റർ രാജൻ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് ഈ എൽസ മുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് ഈ കണ്ടെയ്നറുകൾ ഏതൊക്കെ ഭാഗത്താണ് ഉള്ളതെന്ന് പരിശോധിക്കാൻ, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിലവിൽ ഗുജറാത്ത് പോർബന്ദർ ആസ്ഥാനമായിട്ടുള്ള ഒരു വിശ്വകർമ്മ എന്ന് പറയുന്ന കമ്പനിക്ക് നൽകിയിരിക്കുകയാണ്. ആ കമ്പനി ഇന്ന് മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അരുൺ ഇപ്പോൾ വ്യക്തമാക്കിയത്. ശരി, വ്യക്തമാണ്. ഇപ്പോൾ തീരപ്രദേശത്ത് വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരം എത്തുന്നു. അതും പോളിമറും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സഹോദരിമാര് ഒപ്പം തന്നെ ഹരിതകർമ്മ സേനയിലെ പ്രവർത്തകരൊക്കെ അത് അവിടുന്ന് വളരെ പെട്ടെന്ന് ആ ബീച്ചുകൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ്.